നമ്മുടെ ജീവിതത്തിൽ ജയിക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? നമുക്കറിയാം, നമ്മുടെ എക്സാമൊക്കെ എഴുതാമ്പോൾ, പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ എന്തൊരു ടെൻഷനാണ്, നെർവസ് ആയിട്ടാണ് പോകും. പക്ഷേ റിസൾട്ട് വന്ന് ജയിക്കുമ്പോൾ എന്തൊരു സന്തോഷമാണ്. നമ്മൾ ചെറിയ കാര്യത്തിലും വലിയ കാര്യങ്ങളെല്ലാം ജയിക്കുക എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യമാണ്. നമ്മൾ കൂട്ടുകാരുടെ അടുത്ത് പന്തയം വെക്കും ചില കാര്യത്തിൽ. ജയിച്ചു കഴിയുമ്പോൾ ഒരു സന്തോഷമാണ്, തോറ്റു കഴിയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നാറുണ്ട്. അത് ചെറിയ ചെറിയ വിനോദങ്ങളിൽ പോലും ജയിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സന്തോഷമാണ്. പക്ഷേ ജയിക്കുക എന്ന് പറയുന്നത് ശരിക്കും നാം ചെയ്യുന്ന ചില കാര്യങ്ങളിൽ വിജയകരമായി മാറുക എന്നത് മാത്രമായി കാണുമ്പോഴാണ് ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ നിരാശയിൽ ചെന്ന് വീഴുന്നത്. ജയിക്കുക എന്ന് പറയുന്നത് പരാജയത്തിന്റെ മുമ്പിലും പരാജയത്തെ സമ്മതിക്കാതിരിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ജയം. അതായത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ തോൽവിയുടെ മുമ്പിൽ തോൽക്കാതിരിക്കുന്നതാണ് യഥാർത്ഥ ജയം. നമുക്ക് ജീവിതത്തിലെ ചില കാര്യങ്ങളിലൊക്കെ നമ്മൾ തോറ്റേക്കാം. പക്ഷെ തോൽക്കുമ്പോഴും ജയിച്ചവന്റെ മനോഭാവത്തോടെ നടക്കാൻ സാധിക്കണം. തോൽവിയല്ല യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നത്, തോൽവിയോടുള്ള നമ്മുടെ മനോഭാവം. അത് ഇങ്ങനെ പറയാറുണ്ട്, പരാജയത്തെ ഭയപ്പെടുന്നവന് ജയിക്കാൻ സാധിക്കും. പരാജയം എപ്പോഴാണ് ഭയം വരുന്നത്? പരാജയം കൊണ്ട് എൻ്റെ പേരില്ലാതാവൂ, പരാജയം കൊണ്ട് മറ്റുള്ളവർ എന്നെ തെറ്റിദ്ധരിക്കും. നാം പരാജയം എന്ന് പറയുന്നതിനെയും ജയമെന്ന് പറയുന്നതിനെയും ശരിയായ നിലയിൽ നിർവചിച്ചു കാണും. ജീവിതത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും തോൽക്കാതിരിക്കുക എന്നതല്ല അർത്ഥം. ജീവിതത്തിൽ വന്ന തോൽവികളിലും അതിനെ ജയിക്കാൻ കഴിയുമെന്നുള്ള മനോഭാവത്തോടുകൂടെ നിന്നതാണ്, അതിനെ കൈകാര്യം ചെയ്തതാണ് ജീവിതത്തിൽ ജയത്തിന് കാര്യമായി മാറിയത്. പ്രിയ സ്നേഹിതന്മാരെ, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷേ തോൽവിയും ജയവും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടുണ്ടായിരിക്കും. തോൽവിയെയും ജയത്തെയും കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ജയിക്കുന്നതല്ല ജയം, ജീവിതത്തിൽ വിജയിച്ച് കാണിക്കുന്ന ജയം. അതുകൊണ്ട് എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ അവിടെ തളർന്ന് ഇരിക്കരുത്. ആ പരാജയത്തെ മറന്നെഴുന്നേൽക്കുക. നിങ്ങൾക്ക് ജയത്തിൻ്റെ ജൈത്രയാത്ര നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങളിൽ ജയമുള്ള ഒരു ജീവിതം ആശംസിക്കുന്നു.